GSTയിൽ നിലപാട് തിരുത്തി ധനമന്ത്രി തോമസ് ഐസക്. മറ്റ് നികുതികളെപ്പോലെ GSTയും ജനവിരുദ്ധമെന്ന് തോമസ് ഐസക് പറഞ്ഞു. കുത്തകകൾക്കാണ് GSTയുടെ ഗുണഫലമുണ്ടായതെന്നും അവശ്യ സാധനങ്ങൾക്ക് വില കുറഞ്ഞില്ലെന്നും ഐസക് വിമർശിച്ചു. ഇടതുപക്ഷമടക്കം എതിർത്തപ്പോഴും GSTയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായിരുന്നു ധനമന്ത്രി തോമസ് ഐസക്കിന്റെ നിലപാട്. വേണ്ടത്ര മുൻകരുതലില്ലാതെ നടപ്പാക്കിയെന്ന് മാത്രമായിരുന്നു വിമർശനം. എന്നാൽ നിയമസഭയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ധനമന്ത്രി നിലപാട് മാറ്റി. വാറ്റ് നികുതിയും വിൽപ്പന നികുതിയും ഈ വരുന്ന GSTയും ഈ നിൽക്കുന്ന ജന്മിഭൂഷ വ്യവസ്ഥയുടെ അഭേദ്യ ഭാഗമാണ്. ഇതെല്ലാം ഈ ഭരണവർഗങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. ജനങ്ങളെ പിഴിയുന്ന നികുതികളാണ്. അവർ ഇൻകം ടാക്സാണ് പോകേണ്ടത്, കോർപ്പറേറ്റ് ടാക്സാണ് പോകേണ്ടത്. അത് പോകുന്നതിന് പകരം ജനങ്ങളുടെ മേൽ ഈ നികുതിയാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനവിരുദ്ധമാണ്. GST ചെറുകിട മേഖലയെ തകർത്തു, കയറ്റുമതിക്ക് തിരിച്ചടിയേൽപ്പിച്ചു. ആഡംബര വസ്തുക്കൾക്ക് മാത്രമാണ് നികുതി കുറഞ്ഞത്. ഇടത് സാമ്പത്തിക ചിന്തയ്ക്ക് വിരുദ്ധമായി ധനക്കമ്മി കുറയ്ക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിയോ ലിബറൽ നയങ്ങളെ പിൻപറ്റുന്നത് കൊണ്ടല്ലെന്നും ഐസക് വിശദീകരിച്ചു. ഒരു സർക്കാരിന്റെ ഫിസ്ക്കൽ സ്പേസ് കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നീക്കങ്ങളുമല്ല. സോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് നോ choice. So that is not a mainstream agenda. That is not neoliberal agenda. GST വരുമാനം 20% വെച്ചെങ്കിലും വർദ്ധിച്ചില്ലെങ്കിൽ സംസ്ഥാനം അപകടത്തിലാകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ജെ മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം.